നഴ്സുമാർ മാലാഖമാരാണെന്ന് പറയാറുണ്ട്. കോഴിക്കോട് ഈങ്ങാപ്പുഴ സ്വദേശിയായ ലോറി ഡ്രൈവർ ഷാജഹാൻ ഉറപ്പായും അങ്ങനെ തന്നെ പറയും. വാഹനം ഓടിക്കുന്നതിനിടെ മുത്തങ്ങ വനത്തിൽ വെച്ച് നെഞ്ചുവേദന വന്ന ഈ ഷാജഹാന്റെ ജീവൻ രക്ഷിച്ചത് സുൽത്താൻ ബത്തേരി ഇഖ്റ ആശുപത്രിയിലെ നഴ്സായ ആതിരയാണ്. മരത്തിനടിച്ച് ഇവരൊക്കെ കൂടി വന്നിട്ടാണ് രക്ഷപ്പെടുത്തിയത്. ജീവൻ രക്ഷിച്ചില്ല അച്ഛൻ്റെ സന്തോഷം. മകന്റെ പിറന്നാൾ ദിനത്തിൽ പൊൻകുഴി ക്ഷേത്രത്തിൽ തൊഴാനെത്തിയതായിരുന്നു ആതിരയും ഭർത്താവ് രജിത്തും. വാഹനം പാർക്ക് ചെയ്യുന്നതിനിടെയാണ് ഒരു ലോറി വനത്തിലേക്ക് ഇടിച്ചു കയറുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. ആതിരയും രജിത്തും ഓടിയെത്തിയപ്പോൾ ഡ്രൈവർ ഷാജഹാൻ അബോധാവസ്ഥയിലായിരുന്നു. നാട്ടുകാരുടെ സഹായത്തോടെ പുറത്തെത്തിച്ച് ആതിര ഷാജഹാന് CPR നൽകി. തുടർന്ന് സ്വന്തം കാറിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. കാറിൽ വെച്ചും ആതിര പലതവണ CPR നൽകി. മോന്റെ ബർത്ത്ഡേക്ക് അമ്പലത്തിൽ പോയതായിരുന്നു. പെട്ടെന്ന് ഇങ്ങനെ കാർ പാർക്ക് ചെയ്യാൻ വേണ്ടി കുറച്ച് ഫ്രണ്ടിലേക്ക് പോയപ്പോഴും കുറച്ച് ഉൾക്കാടായിരുന്നു, പൊൻകുഴിയായിരുന്നു. അപ്പോൾ കുറച്ച് ഫ്രണ്ടിലേക്ക് പോയപ്പോൾ ഇങ്ങനെ ലോറിയിൽ ഇങ്ങനെ പുകയൊക്കെ പോയിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ഞാൻ പൾസൊക്കെ പിടിച്ച് നോക്കി. അപ്പോൾ എന്തായിരുന്നു കാർഡിയാക് അറസ്റ്റിന് ഡൗട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ പെട്ടെന്ന് പിന്നെ കാറിലേക്ക് എല്ലാവരും കൂടി കയറ്റി. പിന്നെ അവിടുന്ന് CPR കണ്ടിന്യൂസ് ആയിട്ട് കൊടുത്തു. ഇഖ്റ ഹോസ്പിറ്റലിൽ എല്ലാം സ്റ്റേബിളായി ഇതായി. സന്തോഷമുണ്ട്, അതൊന്നും സന്തോഷം. എന്തായാലും ഒരു ജീവൻ രക്ഷിച്ചില്ല അച്ഛൻ്റെ സന്തോഷം. ആശുപത്രിയിലെത്തി വിദഗ്ധ ചികിത്സ ലഭിച്ചതോടെ ഷാജഹാൻ ജീവിതത്തിലേക്ക് തിരികെ എത്തി. ആതിരയുടെ ഇടപെടലാണ് ജീവൻ തിരിച്ചു കിട്ടാൻ കാരണമെന്ന് ഷാജഹാൻ പറയുന്നു. ലോഡ് കയറ്റാൻ വേണ്ടി പോവുകയായിരുന്നു. പോകുന്ന വഴിക്ക് പെട്ടെന്ന് എനിക്ക് തല കറങ്ങി, ഒന്നും കാണാണ്ടായി. പിന്നെ പോയി മരത്തിനടിച്ച് ഇവരൊക്കെ കൂടി വന്നിട്ടാണ് രക്ഷപ്പെടുത്തിയത്. രാവിലെ ഈങ്ങാപ്പുഴയിൽ നിന്ന് ലോഡെടുക്കാൻ കർണാടകയിലേക്ക് പോവുകയായിരുന്നു ഷാജഹാൻ. മകൻ ദിൽജിത്തിന്റെ പിറന്നാൾ ദിനത്തിൽ ഒരു ജീവൻ രക്ഷിക്കാനായതിന്റെ സന്തോഷത്തിലാണ് ആതിര. മാതൃഭൂമി ന്യൂസ്, വയനാട്. ഒരു നന്മയുടെ ഒരു നല്ല രക്ഷാപ്രവർത്തനത്തിന്റെ കാഴ്ച. മുൻപ് നമ്മൾ ഇത്തരത്തിലുള്ള ഒരുപാട് കാഴ്ചകൾ തത്സമയ റിപ്പോർട്ടറിലൂടെ പങ്കുവച്ചിട്ടുണ്ട്. അക്കൂട്ടത്തിലേക്ക് ചേർത്ത് വെക്കാനിതാ ഒന്നുകൂടി. കമൽ ചേരുന്നുണ്ട് തത്സമയം. കമൽ, നഴ്സായ ആതിരയുടെ കൺമുൻപിൽ ആ ഒരു ജീവൻ പിടയുന്നത് കണ്ടപ്പോൾ കൃത്യസമയത്ത് തന്നെ ആശുപത്രിയിലേക്ക് എത്തിക്കാനുള്ള മനസ്സ് ആ കുടുംബം കാണിച്ചു. അതിൽ ഏറ്റവും സന്തോഷമുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അന്ന് ആതിരയുടെ മകന്റെ പിറന്നാളായിരുന്നു. ആ ദിവസം തന്നെ മറ്റൊരാൾക്ക് കൂടി പുതുജീവൻ നൽകാൻ വേണ്ടി ആതിരയ്ക്ക് സാധിച്ചു എന്നുള്ളതാണ്. എന്തായാലും ഷാജഹാനെ സംബന്ധിച്ച് ആതിര ഒരു മാലാഖയായി തന്നെയാണ് വന്നത് ജീവൻ രക്ഷിക്കാൻ. അദ്ദേഹം ഈങ്ങാപ്പുഴയിൽ നിന്ന്, സ്വദേശമായ ഈങ്ങാപ്പുഴയിൽ നിന്ന് ചുരം കയറി ലോറിയുമായി കർണാടകയിലേക്ക് പോവുകയായിരുന്നു ലോഡെടുക്കാൻ. അങ്ങനെ പോകുമ്പോഴാണ് മുത്തങ്ങ വനത്തിലേക്ക് പ്രവേശിച്ച് സംസ്ഥാന അതിർത്തിയായ പൊൻകുഴിയിലെത്തിയപ്പോഴാണ് അദ്ദേഹത്തിന് നെഞ്ചുവേദന വരുന്നത്. അങ്ങനെ ലോറി നിയന്ത്രണം വിട്ട വനത്തിലേക്ക് കയറിപ്പോവുകയായിരുന്നു. അപ്പോഴാണ് ഈ ആതിരയും ഭർത്താവ് രജിത്തും മകൻ്റെ പിറന്നാളുമായി ബന്ധപ്പെട്ട് പൊൻകുഴി ക്ഷേത്രത്തിൽ തൊഴാനായി എത്തുന്നത്. അവർ കാർ പാർക്ക് ചെയ്യുമ്പോഴാണ് ഇങ്ങനെ ഒരു ലോറി കാട്ടിലേക്ക് കയറുന്നത് അവർ കണ്ടത്. പോയി നോക്കിയപ്പോൾ ഡ്രൈവർ ബോധമില്ലാതെ സീറ്റിലിരിക്കുന്നു. അപ്പോഴേക്കും അവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ കൂടി ഷാജഹാനെ പുറത്തെത്തിച്ചു. അപ്പോൾ ശരിക്ക് ശ്വാസം, ഹാർട്ട് ബീറ്റ് നിലച്ച ഒരവസ്ഥയായിരുന്നു എന്നാണ് പറയുന്നത്. എന്തായാലും ഒട്ടും താമസമില്ലാതെ തന്നെ ആതിര CPR കൊടുത്തു. സ്വന്തം കാറിൽ, രജിത്തും ആതിരയും കൂടെ അവരുടെ കാറിൽ കയറ്റി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. പോകുന്ന വഴിക്കൊക്കെ CPR നൽകി ജീവൻ നിലനിർത്തി. അങ്ങനെ ആശുപത്രിയിലെത്തി വിദഗ്ധ ചികിത്സ ലഭ്യമായതോടെ അദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. എന്തായാലും മകൻ്റെ പിറന്നാൾ ദിനത്തിൽ അവരെ സംബന്ധിച്ച്, ആതിരയെ സംബന്ധിച്ച് വലിയൊരു സന്തോഷമുള്ള കാര്യമായി ഒരാളെ ഇത്തരത്തിൽ രക്ഷിക്കാൻ കഴിഞ്ഞത്. എന്തായാലും നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നഴ്സുമാർ മാലാഖമാരാണെന്ന് പറയും. ഇവിടെ എന്തായാലും യഥാർത്ഥത്തിൽ ഒരു മാലാഖയായി തന്നെ അവിടെ എത്തി ഷാജഹാനെ രക്ഷിക്കാൻ കഴിഞ്ഞു. അദ്ദേഹത്തിന് ആ നിർണായക സമയത്ത് CPR നൽകാനും ആശുപത്രിയിൽ ആ CPR ഇടയ്ക്ക് നൽകിക്കൊണ്ട് തന്നെ ആശുപത്രി വരെ എത്തിക്കാനും ഒക്കെ കഴിഞ്ഞു. അത് ഒരു നേഴ്സായതുകൊണ്ടാണ് ഒരുപക്ഷെ ആ സമയത്ത്, ഒരു സാധാരണക്കാരൻ ഒരുപക്ഷെ ആ സമയത്ത് CPR നൽകാനൊന്നുമുള്ള അറിവുണ്ടാകില്ല, അല്ലെങ്കിൽ വൈദഗ്ധ്യം ഉണ്ടാകില്ല. എന്തായാലും ഒരു നേഴ്സായതുകൊണ്ട് ആ ഒരു ജീവൻ രക്ഷിക്കാൻ പറ്റി. അതിൻ്റെ ഒരു കടപ്പാട് തന്നെയാണ് ഷാജഹാനും പറയുന്നത്. എന്തായാലും നിർണായകമായ ഒരു സമയത്ത്, വനമേഖലയാണ്, സംസ്ഥാന അതിർത്തി മുത്തങ്ങ കഴിഞ്ഞ് അങ്ങോട്ട് കടന്നാൽ ബന്ദിപ്പൂർ വനമേഖലയാണ്. അവിടെയൊക്കെ റോഡിലൂടെ വണ്ടികൾ പോകുന്നുണ്ടാവും, അല്ലാതെ മറ്റാളുകളൊന്നും ഉണ്ടാകില്ല. ഈ ക്ഷേത്രത്തിൻ്റെ സമീപത്തായതുകൊണ്ടും ആതിര അവിടെ ഉണ്ടായിരുന്നതുകൊണ്ടും
അദ്ദേഹത്തിന് കൂടുതൽ അപകടമില്ലാതെ ആശുപത്രിയിലെത്തി ചികിത്സ തേടാൻ കഴിയും. ആശുപത്രിയിൽ എത്തിക്കാൻ സാധിച്ചു, ആ ജീവൻ കാത്തു. ഇതുകൊണ്ടാണ് നമ്മൾ നഴ്സുമാരെ മാലാഖമാർ എന്ന് പറയുന്നത്.